Very good question, Amrutha, because a lot of salons and a lot of people അവർ ഇത്രയും അറ്റൻഷൻ പേ ചെയ്യില്ല ഹൈജീൻ. ആക്ച്വലി നമ്മൾ നെയിൽ ചെയ്യുമ്പോൾ ചില ആൾക്കാർ കംപ്ലയിൻറ്റ് ചെയ്യും, നെയിൽസ് ചെയ്തിട്ട് അവർക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നു അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് എക്സാക്ട്ലി വെയർ ഹൈജീൻ പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. നമ്മൾ നെയിൽസ് ഐ തിങ്ക് ഇറ്റ് ഷുഡ് ഓൾറെഡി ബിക്കം എ ലൈഫ് സ്റ്റൈൽ. ബിക്കോസ് നമ്മൾ ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 4 weeks വരെ ഒന്നും ചെയ്യണ്ട. ജെൽ പോളിഷ് സ്റ്റേസ് ഓൺ യുവർ നെയിൽസ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ആബ്സല്യൂട്ട്ലി നോ ഹാം. ഞാൻ എല്ലാ മാസവും നെയിൽസ് ചെയ്യും. ആൻഡ് ഐ ഹവ് ബീൻ ഡൂയിങ് ഇറ്റ് ഫോർ ഇയേഴ്സ്. 13-14 years ആയിട്ട് ഞാൻ നെയിൽസ് ചെയ്യുന്നതാണ്. എൻ്റെ നാച്ചുറൽ നെയിൽസിന് ഒരു കുഴപ്പമില്ല. നമ്മൾ സെൽഫായിട്ട് ജെൽ പോളിഷ് അല്ലെങ്കിൽ നമ്മളുടെ എക്സ്റ്റൻഷൻസ് നമ്മൾ വീട്ടിലൊരിക്കലും റിമൂവ് ചെയ്യാനായിട്ട് അറ്റംപ്റ്റ് ചെയ്യരുത്. ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളും വരാറുണ്ട്. ഇപ്പോൾ ടീൻസ് മുതൽ അല്ലേ എല്ലാവരും വരാറുണ്ടാവും. ഇപ്പോൾ ബീനയുടെ ഒരു കൺസെപ്റ്റിൽ ഒരു സ്ത്രീയുടെ ഒരു സൗന്ദര്യം എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ഇഫ് യു ടോക്ക് അബൌട്ട് ബ്യൂട്ടി, ഞാൻ എപ്പോഴും അങ്ങനത്തെ ഒരാളാണ്. ഐ ഓൾവേസ് ഫീൽ ദാറ്റ് ഔട്ട്വേർഡ് ബ്യൂട്ടീനേക്കാളും കൂടുതൽ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഈസ് ഇൻസൈഡ് ബ്യൂട്ടി ഓൺലി. ബട്ട് ഹാവിങ് സെഡ് ദാറ്റ് നമ്മളൊക്കെ വി ഓൾ വോണ്ട് ടു ലുക്ക്. അപ്പോൾ ഒരുപാട് എസ്പെഷ്യലി കേരളത്തിൽ ഫ്രം മൈ ക്ലയൻസ് ഓൺലി ഐ ഗെറ്റ് ടു നോ, ഇനിയിപ്പോൾ മാരേജ് കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ എന്താ കിഡ്സ് ആയി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കിഡ്സ് ആയില്ലേ ഇനി എന്താ. വൈ? ഐ ബിലീവ് ദാറ്റ് എ വുമൻ has all the right, whatever naturally has been given to you, one should not play with it. But if there is a scope of doing something and looking better and beautiful and you feel more confident about it, why not? എപ്പോഴും നമ്മൾ ആ ഒരു ഇത് എപ്പോഴും ചെയ്യണം. whatever makes you feel happy, whatever makes you feel confident about yourself, one should do it. Yes. And eyelashes and nails are such segments. നമ്മുടെ നെയിൽസ് ഒക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ കണ്ണുകൾ പോകുന്നത് നമ്മുടെ നെയിൽസ്. ഒരാളെ കാണുമ്പോൾ ആദ്യം നോട്ട് ചെയ്യുന്നത് എന്തായാലും eyes. As a person, I really look at the eyes. So beautiful eyes ആണെങ്കിൽ അത് catches my attention. And then nails. I always like people having neat nails. ഇപ്പോൾ എൻ്റെ സ്റ്റാഫ് മാത്രമല്ല, ഇപ്പോൾ നമുക്ക് കംഫർട്ട് ലെവലുള്ള ആരെങ്കിലും ആണെങ്കിൽ ചിപ്പ് നെയിൽ പോളിഷ് ആകുമ്പോൾ ഞാൻ എപ്പോഴും പറയും, മേ ബി ദ കോസ്മെറ്റോളജിസ്റ്റ് ഇൻ മീ കൈൻഡ് ഓഫ് കംസ് ഔട്ട്. ബട്ട് ഞാൻ പറയും എന്താ ചിപ്പായ നെയിൽ പോളിഷ് ഷുഡ് നോട്ട്. നമ്മളെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം. ബിക്കോസ് ഐ തിങ്ക് സെൽഫ് ലവ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ഫോം ഓഫ് ലവ്. ഐ തിങ്ക് അതുണ്ടെങ്കിൽ. താങ്ക് യു. ഞാൻ വന്നപ്പോൾ അതിനെപ്പറ്റി ഞാൻ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ മോസ്റ്റ്ലി ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട് അത് ഭയങ്കര പ്രിറ്റി ആയിട്ടുണ്ട്. താങ്ക് യു. ഈ പറഞ്ഞ പോലെ ഈ നമ്മുടെ ഹൗസ് വൈഫ്സും വരാറുണ്ട് എന്ന് പറഞ്ഞല്ലോ നേരത്തെ. ഇപ്പം ചിലർ വരുമ്പം പറയും, ഇപ്പം വീട്ടിൽ നിന്ന് പറയാതെയാ വന്നിരിക്കുന്നത്, അതുകൊണ്ട് ഒന്നും പോസ്റ്റ് ചെയ്യരുത്, വീഡിയോ പോസ്റ്റ് ചെയ്ത് അങ്ങനെ പറഞ്ഞ ക്ലയൻസ് ഉണ്ടെന്ന് പറഞ്ഞു. എല്ലാവരും ഒരു കോൺഫിഡൻറ്റിൻ്റെ ഭാഗമായിട്ടാണല്ലോ വരുന്നത്. യെസ് അവർ ആ ഒരു വീഡിയോ കാണുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇൻഫ്ലുവൻസേഴ്സ്, why they are called influencers, because that is the kind of effect they have on people. അവർ ഓരോ ഇതുകൾ ചെയ്തു വരുമ്പോൾ ദ ക്ലോത്ത്സ് ദേ വെയർ, അല്ലെങ്കിൽ ഐലാഷ് ചെയ്തു, നെയിൽസ് ചെയ്തു, അല്ലെങ്കിൽ ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്തു, അതൊക്കെ കാണുമ്പോൾ ഇവർ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആവും അവർ ചെയ്യുന്നതിന്. സോ ഒബ്വിയസ്ലി അത് കണ്ടിട്ടാണ് ദ ഫസ്റ്റ് കോൾ ഓൾവേസ് കംസ്. സോ അവർ ഏതാ ചെയ്തത്. എനിക്കിപ്പോഴും എൻക്വയറീസ് ഉണ്ട്. സോ ഇൻഫ്ലുവൻസർ ഏത് സ്റ്റൈലാണ് ചെയ്തത്, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ആ ഫോട്ടോ വെച്ചിട്ട് ഇതുപോലത്തെ ലാഷസ് ചെയ്യണം, ഇതുപോലത്തെ ലാഷസിന് എത്ര കോസ്റ്റ് വരും, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടാണ് വരുന്നത്. സോ സീ ദ കൈൻഡ് ഓഫ് ഇമ്പാക്ട് ദേ ഹാവ് ഓൺ പീപ്പിൾ. സോ ഹൗസ് വൈഫ് വരുമ്പോൾ അവർക്ക് ചെയ്യണം എന്നുണ്ട്, പക്ഷെ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചീത്ത പറയും, ദ വൈഡ് ലാഷസ്, ഔട്ട് ഓഫ് എവറിത്തിങ്. ലാഷസ് എന്തിനാ ചെയ്യുന്നത്? സോ ദേ കം ആൻഡ് അവർ ആ ഒരു പ്രൈവസിയിൽ വരുമ്പോൾ അവർ റിക്വസ്റ്റ് ചെയ്യും വീഡിയോസും പിക്ചേഴ്സ് ഒന്നും പോസ്റ്റ് ചെയ്യരുത്, ബിക്കോസ് വീട്ടിൽ പറയാതെ വന്നിരിക്കുന്നത്. പക്ഷേ വി വോണ്ട് ടു ഗെറ്റ് ഇറ്റ് ഡൺ ആൻഡ് സീ ദ ഡിഫറൻസ്. എന്താണ് നമ്മൾ ഹൗ ഡു ഐ കാണാൻ വേണ്ടിയിട്ടായിരിക്കും. എനിക്കത് എല്ലാ മോസ്റ്റ് ഓഫ് ദ വീഡിയോസിൽ എല്ലാവരും പറയുന്നതാണ്, ഇത് കഴിഞ്ഞിട്ട് എങ്ങനെ എൻ്റെ ലുക്ക് കാണാൻ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണെന്നുണ്ട്. അത് ആൻഡ് ഐലാഷസിൻ്റെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഡിഫറൻസ് തന്നെ. ആ ട്രാൻസ്ഫോർമേഷൻ ഈസ് ഐ ഹാവ് സീൻ ഐസ് ബിക്കമിങ്
beautiful eyes. അങ്ങനെ പറയുമ്പോൾ എനിക്ക് ചെയ്യാൻ തോന്നും. Yes, you should come. Totally come. Because our difference, our transformation is something ചെയ്ത് കഴിഞ്ഞാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. It's totally നമ്മുടെ ഫേസിനെ ചേഞ്ച് ചെയ്യും. Then you don't, even if you don't wear kajal, you still look beautiful because ആ ഐസ് ലാഷസ് ഒക്കെ ഇങ്ങനെ കേളപ്പ് ആകുമ്പോൾ ആ ഐസ് ഇങ്ങനെ നല്ലൊരു ബിഗർ നല്ലൊരു ലോങ്ങേറ്റഡ് ഷേപ്പ് ആവും. So it looks very beautiful. Yeah. Definitely ഇത് കണ്ടു കഴിഞ്ഞാൽ കുറേ പേർക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും ചെയ്യാൻ should come. Why not? I think everybody should. Yes, everybody should try these kind of services. ഇപ്പോൾ nails ആയാലും nails, I think it should already become a lifestyle. Because നമ്മൾ ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 4 weeks വരെ ഒന്നും ചെയ്യണ്ട. Gel polish stays on your nails just like that. നമ്മൾ എന്ത് ഹൗസ് ഹോൾഡ് ചോർസ് നമുക്ക് ചെയ്യാം. And it stays like that. നമ്മൾ ജസ്റ്റ് വളർന്നു വരുമ്പോൾ റീഫിൽ ചെയ്താൽ മാത്രം മതി. So why not? Your nails should always be on point. Your lashes should be on point. Your hair should be on point. And that's it. എല്ലാം that's it. A little care. I think self care അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നെയിൽസിലേക്ക് വരാൻ നേരത്ത് എനിക്ക് തോന്നുന്നു ഈ ഐലാഷിനെ കഴിഞ്ഞൊക്കെ എനിക്കൊന്നൊരു 5 years ആയിട്ട് ഇവിടെ നെയിൽ എക്സ്റ്റൻഷൻ കുറച്ചും കൂടെ നല്ല പോപ്പുലർ ആയിട്ട് ഉണ്ട്. അതിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടല്ലേ. കാറ്റ് ഐ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാടുണ്ട്. ദാറ്റ് ഈസ് എ നെയിൽ കളേഴ്സ്. അതായത് നമ്മൾ ജെൽ നമ്മൾ പോളിഷ് ചെയ്യുമ്പോൾ അത് കാറ്റ് ഐ ഉണ്ട്, ഗ്ലിറ്റർ ഉണ്ട്, ക്രോം ഉണ്ട്, ഓൾ കൈൻഡ് ഓഫ് തിങ്സ്. വറോസ്കി ക്രിസ്റ്റൽസ് ഉണ്ട്, ചാംസ് ഉണ്ട്, ലൈക്ക് ബോ ചെയ്യാം. ഇതുപോലെ നെയിൽ ആക്സസറീസ് തന്നെ ഒരു കാറ്റഗറിയാണ് നെയിൽ ആക്സസറീസിന് തന്നെ. പക്ഷേ നെയിൽ എക്സ്റ്റൻഷൻസിന് തന്നെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. ദർ ഇസ് അക്രിലിക്, ദർ ഇസ് പോളി ജെൽ, ദർ ഇസ് ജെൽ എക്സ്റ്റൻഷൻസ്, സോഫ്റ്റ് ജെൽ ഉണ്ട്, പിന്നെ പ്രസ് ഓൺ നെയിൽസ് ഉണ്ട്. സോ ദർ ഇസ് സോ മെനി ഓപ്ഷൻസ്. സോ വൺ ഷുഡ് ഹാവ് എ ഗുഡ് knowledge about what is there, but gel extensions are by far the safest for your natural nail health. Yeah. ഇത് ഒരുപാട് തവണ നമ്മൾ റിപ്പീറ്റഡ്ലി ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു കേട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മുടെ നെയിൽസിന് ഡാമേജസ് വരാൻ ഇല്ല. ആക്ച്വലി ഡാമേജ് ഹാപ്പൻസ് വെൻ യു ഗെറ്റ് ദ പ്രോഡക്റ്റ് റിമൂവ്ഡ്. നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ ചെയ്തു, ജെൽ പോളിഷ് ആണെങ്കിലും എക്സ്റ്റൻഷൻസ് ആണെങ്കിലും ചെയ്തു, നമ്മുടെ നെയിൽ വളർന്നു വരുമ്പോൾ നമ്മൾക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് വരും. അത് റീഫിൽ ചെയ്യുന്നതിനാണ് നമ്മൾ റീഫിൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇടയിൽ നമ്മളത് വരുമ്പോൾ നമ്മൾ ആ പ്രോഡക്റ്റ് മുഴുവൻ റിമൂവ് ചെയ്തിട്ട് നമ്മൾ ആദ്യം റീഅപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്, ജെല്ലും കളറും. ഓക്കെ, ആ റിമൂവ് ചെയ്യുമ്പോൾ നമ്മൾ മോസ്റ്റ്ലി എല്ലാ നെയിൽ സ്റ്റുഡിയോസിലും നമ്മൾ ടെക്നീഷ്യൻസ് ചെയ്യുന്ന കാണാം, ഒരു മെഷീൻ ഉണ്ട്, ദാറ്റ്സ് എ ഡ്രിൽ മെഷീൻ. ആ മെഷീൻ യൂസ് ചെയ്തിട്ടാണ് പ്രോഡക്റ്റ് റിമൂവ് ചെയ്യുന്നത്. ആ പ്രോഡക്റ്റ് റിമൂവ് ചെയ്യുമ്പോൾ നമ്മൾ പ്രോഡക്റ്റ് റിമൂവൽ ആ മെഷീൻ കുറച്ച് യൂസ് ചെയ്യാൻ പാടുള്ളൂ, ബാക്കി നമ്മൾ നാച്ചുറലി ബഫ് ചെയ്തിട്ട് വേണം റിമൂവ് ചെയ്യാനായിട്ട്. ഇറ്റ്സ് എ ടെക്നീക്ക്. ഓക്കെ, ആ ടെക്നീക്ക് കറക്റ്റ്ലി നല്ലൊരു എക്സ്പീരിയൻസ് ടെക്നീഷ്യൻ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ നാച്ചുറൽ നെയിൽസ് സേഫ് ആക്കി വെച്ചുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. ആബ്സല്യൂട്ട്ലി നോ ഹാം. ഞാൻ എല്ലാ മാസവും നെയിൽസ് ചെയ്യും. ആൻഡ് ഐ ഹവ് ബീൻ ഡൂയിങ് ഇറ്റ് ഫോർ ഇയേഴ്സ്. 13-14 years ആയിട്ട് ഞാൻ നെയിൽസ് ചെയ്യുന്നതാണ്. എൻ്റെ നാച്ചുറൽ നെയിൽസിന് ഒരു കുഴപ്പമില്ല. They always look ഏറ്റവും കൂടുതൽ ലോങ് ലാസ്റ്റിംഗ് നിൽക്കാൻ പറ്റുന്ന ഒരു നെയിൽസ് ഏത് സ്റ്റൈലായിരിക്കും? ജെൽ എക്സ്റ്റൻഷൻസ് ആണ്. എക്സ്റ്റൻഷൻസ് ഏറ്റവും ലോങ് ലാസ്റ്റിംഗ് എക്സ്റ്റൻഷൻസ് വരുന്നത് ജെൽ എക്സ്റ്റൻഷൻസ് ആണ്. ദേ ആർ ദ മോസ്റ്റ് ഫ്ലെക്സിബിൾ, ഈസി ടു മെയിൻറ്റെയിൻ ആൻഡ് ഡാമേജസ് ഉണ്ടാവില്ല അധികം. നമ്മുടെ നാച്ചുറൽ നെയിൽ സേഫ് ആയിട്ട് തന്നെ ഇരിക്കും. പിന്നെ ഓൺ ടോപ്പ് ഓഫ് ഇറ്റ് വാട്ട് യു വെയർ, യു ക്യാൻ വെയർ എനിത്തിങ് ബിക്കോസ് ഇറ്റ്സ് ഓൾ ജെൽ പോളിഷ്. കാറ്റ് ഐ ഇസ് ജസ്റ്റ് എൻ ഇഫക്റ്റ് ദാറ്റ് യു ഡു വിത്ത് എ മാഗ്നറ്റ്. ക്രോം ആണെങ്കിലും നെയിൽ ആർട്ട് ആണെങ്കിലും ഇപ്പോൾ ബ്രൈഡ്സ് വരും, ദേ വാണ്ട് സം സ്റ്റോൺസ്, ദേ വാണ്ട് സം ഫ്ലവർ, ദേ വാണ്ട് സം ഗോൾഡൻ ഹ്യൂ, അങ്ങനെയൊക്കെ വന്നിട്ട് ചെയ്യുമ്പോൾ അതെല്ലാം നമ്മൾ സ്റ്റോൺസും ഇതൊക്കെ കുറച്ച് അധികം സ്റ്റേ ചെയ്യില്ല ബിക്കോസ് വി ഡു സം വർക്ക് ആൻഡ് ഓൾ ദാറ്റ്. അതൊക്കെ പോകും. പക്ഷേ ജെൽ പോളിഷ് എല്ലാം സ്റ്റേ ചെയ്യും, ഒരു 4 weeks വരെയൊക്കെ സ്റ്റേ ചെയ്യും. അതെ, ആദ്യ സമയത്തൊക്കെ ഈ പറഞ്ഞ പോലെ ഈ വെഡിങ് സീസണിലൊക്കെ ആയിരിക്കും, ബ്രൈഡ്സൊക്കെ ആയിരിക്കും ഇങ്ങനത്തെ ലക്ഷറി സർവീസസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ടാവുക. ഇപ്പം നെയിൽസ് എനിക്ക് തോന്നുന്നു എല്ലാവരും ചെയ്യുന്നുണ്ട്. യെസ്. സോ ഈവൻ ദ homemakers, women who are home, who are not working, who are staying home, they also want their nails അധികം എക്സ്റ്റൻഷൻ വേണ്ടാച്ചാലും ജസ്റ്റ് ഒരു ജെൽ പോളിഷ് ചെയ്ത് സോ ദാറ്റ് ഇറ്റ് സ്റ്റേസ്. അവർക്ക് പിന്നെ എല്ലാ ദിവസവും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. വൺസ് യു ഹാവ് ദം ഓൺ 4 weeks വരെ ഒന്നും നോക്കണ്ട. 4 weeks കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് അത് ചേഞ്ച് ചെയ്യുക, വേറെ ഒന്നും അപ്ലൈ ചെയ്യുക, another 4 weeks done, sorted. ഈ ചിലർ ഇറിറ്റേഷനൊക്കെ വന്നു കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് തന്നെ ഇത് കളയാനുള്ള ട്രൈ ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ടാവും. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ നെയിൽസ് ഡാമേജ് ആയി പോവും. ഇപ്പം ഇങ്ങനെ ചെയ്ത് നമ്മളിപ്പോൾ ഒരു നെയിൽ എക്സ്റ്റൻഷൻ ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഇതിന് എന്തെങ്കിലും ഒരു ഇത് പറ്റി നമ്മളത് വീട്ടിൽ ചെന്നിട്ട് നമ്മൾ സെൽഫായിട്ടൊരു ഹോം സർവീസസ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം സേഫ് ആയിരിക്കും? അത് നമ്മൾ സെൽഫായിട്ട് ജെൽ പോളിഷ് അല്ലെങ്കിൽ നമ്മളുടെ എക്സ്റ്റൻഷൻസ്
നമ്മൾ വീട്ടിലൊരിക്കലും റിമൂവ് ചെയ്യാനായിട്ട് അറ്റംപ്റ്റ് ചെയ്യരുത്. ബിക്കോസ് ജെൽ പോളിഷ് അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ റിമൂവലും ഒരു പ്രൊസീജിയറാണ്. യു ഷുഡ് ഓൺലി ഗോ ടു എ സലോൺ ഓർ എ പ്രൊഫഷണൽ. ഫ്രീലാൻസിങ് പ്രൊഫഷണൽസ് ഉണ്ടെങ്കിൽ യു ഗെറ്റ് ദം ഹോം, യു ഗെറ്റ് ഇറ്റ് റിമൂവ്ഡ്. നമ്മൾ തന്നെ ചെയ്യരുത്. ഇറ്റ് വിൽ ഡാമേജ് യുവർ നാച്ചുറൽ നെയിൽ. എസ്പെഷ്യലി ഹൈജീൻ എന്ന് പറഞ്ഞൊരു സംഭവം, ഇപ്പോൾ ലാഷ് എക്സ്റ്റൻഷനിലാണെങ്കിലും ഇതാണെങ്കിലും ഈ ഒരു ഫീൽഡിലേക്ക് വരുമ്പോൾ ആ ഒരു ഹൈജീനെ പറ്റിയിട്ട് Definitely. Very, very good question, Amrutha. Because a lot of salons, and a lot of people, അവർ ഇത്രയും അറ്റൻഷൻ പേ ചെയ്യില്ല ഹൈജീൻ. ആക്ച്വലി നമ്മൾ നെയിൽ ചെയ്യുമ്പോൾ ചില ആൾക്കാർ കംപ്ലയിൻറ്റ് ചെയ്യും, നെയിൽസ് ചെയ്തിട്ട് അവർക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് എക്സാക്ട്ലി വെയർ ഹൈജീൻ പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. നമ്മൾ നെയിൽസ് ഒരു ക്ലയൻറ്റിൻ്റെ ചെയ്ത് കഴിഞ്ഞാൽ ആ യൂസ് ചെയ്യുന്ന എല്ലാ ടൂൾസും, ബീറ്റ് എ നെയിൽ പുഷർ, ബീറ്റ് എ ക്യൂട്ടിക്കൽ കട്ടർ, അതെല്ലാം ഒരു ക്ലയൻറ്റിൻ്റെ യൂസ് കഴിഞ്ഞാൽ വി ഷുഡ് ഡിസിൻഫെക്റ്റ് ഇറ്റ്. ഓൾസോ the whole place where you do nails, the nail table, everything that you use, അത് എല്ലാ ദിവസവും രാവിലെ ഡിസിൻഫെക്റ്റ് ചെയ്യണം. അത് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻറ്റാണ്. ആൻഡ് ദ മാനേജർ ഓർ സലോൺ മാനേജർ ഓർ ദി ഓണർ, ദേ ഹാവ് ടു മേക്ക് ഷുവർ ദറ്റ് ദ സ്റ്റാഫ് everyone follows that, because hygiene maintain ചെയ്യുക, ടൂൾസ് എല്ലാം ഡിസിൻഫെക്റ്റ് ചെയ്യുക, the whole table is disinfected once before we start the service. It will always avoid any kind of problem that the client may have after they do the service. So hygiene plays a very important role, be it nail extension, be it lash extension, be it brows, നമ്മുടെ treatment area, നമ്മുടെ bed, the tools, you should wear gloves. ഇതെല്ലാം നമ്മൾ കെയർഫുൾ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ there will be absolutely no problem. You can have beautiful nails and you can just be with them for a long time. അല്ല, ഈ നെയിൽസ് ഇപ്പം ചിലരുടെ ഒരു മിത്താണ്, ഇപ്പം നെയിൽ കളേഴ്സ് ഇതിനകത്ത് നമ്മൾ കെമിക്കൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ഒബ്വിയസ്ലി എന്തായാലും കെമിക്കൽസ് ആയിരിക്കുമല്ലോ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളത് കഴിക്കുമ്പം ഈ പറഞ്ഞ പോലത്തെ ഇതുകൊണ്ട് വരാവുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഹെൽത്ത് വൈസ് ഇഷ്യൂസ് ഉണ്ടാവുമോ? കാരണം നെയിൽസ് ആണല്ലോ, നമ്മൾ ഫുഡ് കഴിക്കാൻ നേരത്ത് ഇതിൻ്റെ എലമെൻറ്റ്സ് എന്തെങ്കിലും നമ്മൾ ഇല്ല. ജെൽ പോളിഷ് ആക്ച്വലി നമ്മൾ ഒരു പ്രാവശ്യം സീൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് ഡസൻ ചിപ്പ്. അത് നമ്മളുടെ കഴിക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല. അൺലെസ് യു ആർ യൂസിങ് എ നൈഫ്, ചോപ്പിങ് ചെയ്യുമ്പോൾ നമ്മളത് ബൈ ചാൻസ് നമ്മുടെ നൈഫ് നമ്മുടെ നെയിൽമോ കൊണ്ടിട്ട് അവിടുന്ന് ചിപ്പായി പോയി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി യു ഷുഡ് ഗോ ആൻഡ് യു ഷുഡ് ഗെറ്റ് ദാറ്റ് തിങ് ഡൺ, ഫിക്സ്ഡ്. ഡോണ്ട് ബി വിത്ത് ദാറ്റ് നെയിൽ. ബട്ട് അതർവൈസ് ആസ് ഐ സെഡ്, നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ബ്രാൻഡ് നമ്മൾ ലോഞ്ച് ചെയ്യാൻ തന്നെ കാരണം ബിക്കോസ് റിസർച്ചസ് എപ്പോഴും ഓരോ പ്രോഡക്റ്റ്, എല്ലാ പ്രോഡക്റ്റ് ആണെങ്കിലും റിസർച്ച് ഓൾവേസ് ഹാപ്പനിങ് അല്ലേ. ആ ഒരു റിസർച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോന്നും നമ്മളങ്ങനെ പുതിയ പുതിയ പ്രോഡക്റ്റിനെ കുറിച്ചും നമ്മളതിൻ്റെ ലോങ് ടേം സൈഡ് ഇഫക്റ്റിനെ കുറിച്ചും അല്ലെങ്കിൽ അങ്ങനെ ഒരു കേസ് ഉണ്ടായി അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ അറിയുമ്പോൾ വി ഷുഡ് ഓൾവേസ് ബി അപ്ഡേറ്റഡ് വിത്ത് സച്ച് ഇൻഫർമേഷൻ. ആൻഡ് അങ്ങനെ ഒരു ബ്രാൻഡ് വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി എന്തെങ്കിലും അതുണ്ടെങ്കിൽ വി ഷുഡ് ഓൾവേസ് ട്രൈ ടു ഗെറ്റ് ബെറ്റർ, ബി ബെറ്റർ, ഇംപ്രൂവ്. നമ്മളുടെ സർവീസസ് ആണെങ്കിലും ടെക്നിക്സ് ആണെങ്കിലും പുതിയ പുതിയ ടെക്നിക്സ് വരുമ്പോൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക. പുതിയ പ്രൊഡക്ട്സ് വരുന്നുണ്ട് വിച്ച് ആർ മോർ സേഫ്, ഹാംലെസ് ആണ്. വി ഷുഡ് ഓൾവേസ് ട്രൈ ആൻഡ് അപ്ഗ്രേഡ് അവർ സെൽവ്സ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഇവന്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു, ഇറ്റ്സ് റിലേറ്റഡ് ടു നെയിൽ, ഐ തിങ്ക് സോ അല്ലേ? എന്തായിരുന്നു ആ ഒരു സംഭവം? എന്തായിരുന്നു? സോ ഡാന പ്രൊഫഷണൽ ഈസ് എ പ്രോഡക്റ്റ് ഫ്രം UK. ഡാന പ്രൊഫഷണൽ ഒരു 13-14 years old ഒരു ബ്രാൻഡാണ്. അവിടെ ഭയങ്കര പോപ്പുലറാണ്. സോ ഇന്ത്യയിൽ ദർ ആർ നോ യൂറോപ്യൻ ബ്രാൻഡ്സ് ഹിയർ. ആൻഡ് USA എന്നൊക്കെ വന്ന 1-2 പ്രോഡക്റ്റുള്ളൂ. പക്ഷേ അവരും ഡ്യൂ ടു ലൈസൻസിങ് ഒരുപാട് ഇഷ്യൂസ് ദേ ഓൺലി ഹാവ് ലിമിറ്റഡ് പ്രോഡക്ട്സ് ഹിയർ. Now this product, why I got Dana Professional here is because they claim that their products, the nail polish ആണെങ്കിലും അവരുടെ എന്ത് ബേസ് പ്രോഡക്ട്സ് ആണെങ്കിലും it is all chemical free. Okay. And it is safe for cancer patients. അത് കേട്ടപ്പോൾ തന്നെ I was really impressed. I got the brand here. So we are the first ones to launch this product. We are the first flagship studio in India and we are using exclusive Dana Professional range for nails now. Okay. Yes. Expensive ആണോ ഇത്? കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷേ വി ഹാവ് കെപ്റ്റ് ഇറ്റ് വെരി കോമ്പറ്റേറ്റീവ് സീയിങ് ദ മാർക്കറ്റ് ആൻഡ് എവറിഥിങ്. ഇപ്പോഴും നമ്മളെക്കാളും ചാർജ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ആൻഡ് സോ ഐ വാണ്ടഡ് ടു കീപ് ഇറ്റ് കോമ്പറ്റേറ്റീവ് സോ ദാറ്റ് എവറിബഡി ക്യാൻ കം ആൻഡ് ദേ ക്യാൻ ട്രൈ ഓൺ ആൻഡ് ദേ ക്യാൻ ഹാവ് ഗുഡ് പ്രോഡക്ട്സ് ഓൺ ദം. എനിക്കൊന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഇതിലേക്ക് വരാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും. മീൻസ് ഇങ്ങനത്തെ ഒരു കരിയർ ചൂസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളുണ്ടാവും. അവർക്കൊക്കെ എങ്ങനെയാണ് ഈ ഒരു കരിയർ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്? ഇപ്പം ബീന പഠിച്ചത് ഒബ്വിയസ്ലി മേ ബി ഡൽഹിയിലും ആ ഒരു ബേസ്ഡ് ആയിരിക്കും. ഇവിടെ നമുക്കിത് പഠിക്കാനുള്ള സോഴ്സസും
അവൈലബിൾ ആണ്. സോ ഒരുപാട് പേർക്ക് ഓൾറെഡി അറിയാം. പക്ഷേ യൂസിങ് ദിസ് പ്ലാറ്റ്ഫോം ഓൾസോ ടു ടെൽ ദാറ്റ് ലുഷോ ലൗഞ്ച് ഓൾസോ ഹാസ് എൻ അക്കാഡമി കോൾഡ് ലുഷോ അക്കാഡമി. നമ്മൾ വെൻ ഐ സ്റ്റാർട്ടഡ് നെയിൽസ് ആൻഡ് ലാഷസ് ഐ വാണ്ടഡ് ദാറ്റ് ഇപ്പോൾ ഇവിടെ ഒരു പുതിയതാണ് ആൻഡ് യു നോ ഇറ്റ്സ് എ വെരി ഗുഡ് ഇൻഡസ്ട്രി. നമുക്ക് പ്രൊഫഷണൽസിന് വന്ന് നല്ല ഏർണിംഗ് നെയിൽസ് ആയാലും ഐബ്രോസ് ആയാലും ലാഷസ് ആയാലും ദേ ഓൾ ഗെറ്റ് വെരി ഗുഡ് സാലറീസ് വെൻ ദേ ഗോ അബ്രോഡ്. ഇവിടെ തന്നെ ഓരോ ലാഷ് ടെക്നീഷ്യൻസിനൊക്കെ നല്ല സാലറീസാണ് ഇൻ കമ്പാരിസൺ ടു എനി ബ്യൂട്ടി പ്രൊഫഷണൽ. സോ വി ആർ പ്രൊവൈഡിങ് ഓൾ ദ കോഴ്സസ് ഫോർ ഐ ലാഷസ്, ഫോർ നെയിൽസ്, ഫോർ ബ്രൗസ് ഓൾസോ. ഇനിയിപ്പോൾ ഡാന പ്രൊഫഷൻ നമ്മൾ ലോഞ്ച് ചെയ്തു, വേഗം തന്നെ നമ്മൾ അതിൻ്റെയും കോഴ്സസ് നമ്മൾ തുടങ്ങും. സോ എനിബഡി ഹു വാണ്ട്സ് ടു മേക്ക് ദിസ് എ കരിയർ ഓർ എനിബഡി ഹു ഈസ് ഈവൻ അലോങ് വിത്ത് ദ സ്റ്റഡീസ് ഫ്രീലാൻസ് ആയിട്ട് ചെയ്യാം, വീട്ടിൽ തുടങ്ങാം, ഫ്രീലാൻസ് ആയിട്ട് തുടങ്ങാം. അല്ലെങ്കിൽ ഒരു ചെറിയ നമ്മൾ ഓൾറെഡി സലോൺ ഓണേഴ്സ് ആണ്, അവർക്ക് നെയിൽ തുടങ്ങണം അല്ലെങ്കിൽ ലാഷസ് തുടങ്ങണം, ദേ ക്യാൻ കം ആൻഡ് ഗെറ്റ് ഇൻ ടച്ച് വിത്ത് us. This is a very good industry and it is only going to grow further. ഓ നൈസ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഡെഫിനറ്റ്ലി യെസ് വരാം. ഓൾ ദി കോഴ്സസ് ആർ ദെയർ ആൻഡ് അങ്ങനെയാണല്ലോ ഇൻഡസ്ട്രി ഗ്രോ ആവുക അല്ലേ. മോർ ആൻഡ് മോർ പ്രൊഫഷണൽസ് ഷുഡ് കം സോ ദാറ്റ് ദ ഇൻഡസ്ട്രി ഗ്രോസ്. അങ്ങനെ ആകുമ്പോൾ എല്ലാവരും വിൽ ഹാവ് എ ഗുഡ് പീസ് ഓഫ് ദ കേക്ക്. എനിക്കൊരു ഡൗട്ട് ഉള്ളതാണ്, ഇപ്പോൾ ഈ ബീന കോസ്മെറ്റോളജിസ്റ്റ് ആണ്, ഇപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന എല്ലാവരും ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ളവരൊക്കെ തന്നെ ആയിരിക്കും? അല്ല, that is exactly where the beauty is. So as I always say that education is important. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളല്ലാതെ അത് we grow up with that thought അല്ലേ, education important. പക്ഷേ the beauty of nail extension, nail industry or എന്താ പറയുക nails lashes and eyebrows is that you don't need a certain qualification. Even a person who is just 10th pass also, they can learn this skill with the right kind of training. Okay. And that training we provide. ഓക്കെ, അതും എൻ്റെ ഒരു ഡൗട്ടായിരുന്നു. യു ഡോണ്ട് നീഡ് ടു ബി എഡ്യൂക്കേറ്റഡ്, നമ്മൾ ഗ്രാജുവേറ്റ് ആവണം, പോസ്റ്റ് ഗ്രാജുവേറ്റ് അങ്ങനെയൊന്നുമില്ല. എനിബഡി ആൻഡ് എവ്രിബഡി, ബോയ്, ഗേൾ, ഓൾഡ്, യങ്, എല്ലാവർക്കും പഠിക്കാം. യു ഷുഡ് ബി റെഡി ഫോർ ഇറ്റ്. ദാറ്റ്സ് ഓൾ ദ ക്വാളിഫിക്കേഷൻ. യൂട്യൂബിൽ കണ്ടിട്ടുള്ള ഈ നെയിൽ എക്സ്റ്റൻഷൻ വീഡിയോസ് എന്നൊക്കെ ഇച്ചിരി ഞാൻ പറഞ്ഞില്ലേ സ്കെയറി ആണ്, കാരണം കണ്ണൊക്കെ വെച്ച് ഇങ്ങനെ ഒരു കൈൻഡ് ഓഫ് ഒരു എന്തോ ഒരു ഓപ്പറേഷൻ ചെയ്യുന്ന ഒരു ഫീൽ കാണുമ്പോൾ ടൂൾസും എല്ലാം ആൻഡ് ദേ ആർ ഓൾ സൂംഡ് ഇൻ വീഡിയോസ്. അപ്പോൾ അത് ചെയ്യുന്ന ആളുകൾ അത്രയും പ്രൊഫഷണലാണോ ഇവർ, അല്ലെ മെഡിസിൻ റിലേറ്റഡ് ആയിട്ട് ഉള്ള ആളുകളാണോ? ദിസ് ഇസ് എ ടോട്ടലി ഒരു സ്കില്ലാണ്. നമുക്കത് ആർക്ക് വേണമെങ്കിലും ലേൺ ചെയ്യാം വിത്ത് ദ പ്രോപ്പർ ട്രെയിനിങ് and they can do it. And all the certifications that we provide, ഇതെല്ലാം internationally accredited certifications ആണ്. So ഇവിടെ നിന്ന് മാത്രമല്ല, നമ്മൾ വെളിയിൽ പോയാലും you can earn good money there. Yeah. ഗുഡ് കൊള്ളാം. എനിവേ എനിക്കും കുറേ ഡൗട്ട്സ് ഉണ്ടെന്ന്, അതൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. നമ്മൾ ഇനി വേറൊരു ദിവസം നമ്മൾ ലൂഷോ ലോഞ്ചിൽ പോയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്നും ചെയ്യാം. Yes, please, I urge everyone to just come to Luxo and just get the services done and experience it to see how it is. Experience ചെയ്യണം എല്ലാവരും. എനിവേ താങ്ക് യു സോ മച്ച് Amrutha for this opportunity. ഓൾസോ എങ്ങനെ ഉണ്ടായിരുന്നു ഇത്? അല്ല, ഒരു അവസരമാണല്ലോ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സംഭവം. എങ്ങനെ ഉണ്ടായിരുന്നു? No, very good. I mean, when you called me, I knew that okay, I need a platform where, because it's all, as I said, ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോഴും അറിയില്ല. നമ്മളുടെ സ്ഥലത്ത് നിന്ന് ട്രൈ ചെയ്യും ഒരുപാട് അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ. ബട്ട് പ്ലാറ്റ്ഫോംസ് ലൈക്ക് ദിസ് ഓർ സിറ്റുവേഷൻസ് ലൈക്ക് ദിസ്, ലൈക്ക് യു ഇൻവൈറ്റഡ് മീ ആൻഡ് ഐ സെഡ് യാ ഐ എം ഇൻ, ഐ ഇമ്മീഡിയറ്റ്ലി സെഡ് യെസ്. വൈ? ബിക്കോസ് അങ്ങനത്തെ ഒരു അവയർനെസ്സും ഒക്കെ ഇങ്ങനത്തെ ഷോസ് ആൻഡ് ഇങ്ങനത്തെ പ്രോഗ്രാം ദേ റിയലി ഹെൽപ്പ് യു ടു ഗെറ്റ് ദാറ്റ് ഇൻഫർമേഷൻ ഔട്ട് ദയർ ടു പീപ്പിൾ ഹു ആർ വില്ലിംഗ് ടു ഡു ഇറ്റ് ബട്ട് ദേ ഹാവ് കൺസേൺസ്, ദേ ഡോണ്ട് നോ അബൌട്ട് ഇറ്റ്. ഒരുപാട് മിത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ മിത്തെല്ലാം വെക്കുമ്പോൾ അവർക്ക് ചെയ്യാൻ മടി, പേടിയുണ്ട്. So this will, I think, clear a lot of doubt for a lot of people. Common doubts ആണ് എല്ലാവർക്കും. Common concerns. Yes, very ഒരുപാട് concerns ഉണ്ട് ആൾക്കാർക്ക് when it comes to brows, when it comes to lashes, when it comes to nails, and I think we did cover everything else. നല്ല ഒരു platform ആണ്. As I said, you gave me that opportunity, so I'm really grateful for that. Anyway, thank you so much. Thank you so much, Amrutha. And also StyleAveraക്ക് വേണ്ടിയിട്ട് ഇനി നമ്മുടെ ഫ്യൂച്ചറിൽ നമുക്ക് കൊളാബറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റട്ടെ. Sure. Pleasure is mine. Thank you so much.